ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചും ചെയ്തുമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ ഈശോയെ കാണാനായിട്ട് വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ സുവിശേഷം പറഞ്ഞു പോകുന്നത്. അതിനാൽ അവൻ പറയുകയാണ്, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്ക് അല്പനേരം വിശ്രമിക്കാം. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് ഈശോ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ അറിഞ്ഞ ജനക്കൂട്ടം ഒരു വഞ്ചിയിൽ കയറി അവര് വിജനസ്ഥലത്തേക്ക് പോയി എന്നറിഞ്ഞിട്ട് കരവഴി എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. എങ്ങോട്ടാ പോയതെന്ന്, ഈ വഞ്ചിയിൽ കയറി എങ്ങോട്ടാ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരവഴി ഓടി അവിടെ എത്തി. ആ സുവിശേഷം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുകയാണ്, ഈശോയെ ഇങ്ങനെ വിടുന്നില്ല മനുഷ്യര്, ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഈശോയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാനൊരു വൈദികനാണ്, നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. രാവിലെ ഇന്നിപ്പോൾ മാസാദി വെള്ളിയാഴ്ചയായിരുന്നു, നാളെ ശനിയാഴ്ചയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ മാസാദി വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മൾ ഒരു രോഗികൾ കുർബാന എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വീട് വെച്ചിരിക്കാൻ പോകുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ വന്ന് ഒരു ഇത്തിരി അരമണിക്കൂർ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വിശ്രമിക്കാം, ഒരു അരമണിക്കൂർ ഒന്ന് കിടക്കാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അന്നേരം ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ കൊടുക്കും. നമ്മൾ ശാന്തമായിട്ടൊക്കെ വിളിച്ചിരുത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കും, ഈ മനുഷ്യന് വേറെ സമയമില്ലായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സാറിന് നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് ചോദിച്ചിട്ട് അന്നേരം തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞാൻ ചോദിക്കുക, നമ്മൾ മനുഷ്യ ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഈശോ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കരവഴി ഓടി ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ നിൽക്കുക. അപ്പൊ അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ ഈ വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവരോട് അവന് അനുകമ്പ തോന്നി. വേറൊരു വികാരവുമില്ല, ദേഷ്യവുമില്ല. എന്നെ വിശ്രമിക്കാൻ വിടത്തില്ലേ, ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ, ഒരു ചോദ്യം വലിയൊരു പറച്ചിലുമില്ല. അവൻ അവരോട് ഹി ഫെൽ കമ്പാഷൻ, കമ്പതി, ഒരു അനുകമ്പ തോന്നി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ അനുകമ്പ തോന്നി, കരുണ തോന്നി. എന്നിട്ട് പറയുകയാണ് കാരണം അവൻ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. മത്തായി സുവിശേഷത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന് 2 വാക്കുകൾ കൂടി അവിടെ ചേർക്കുന്നുണ്ട്. മർക്കോസ് ആ 2 വാക്കുകൾ ചേർക്കുന്നില്ല, പക്ഷെ പറയുന്നത് അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞാണ് അവസാനിക്കുന്നത്. ഈ ഭാഗം വായിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, നമ്മള് ഇങ്ങനെ ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കുറച്ചാൾ മുമ്പ് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ തമാശക്കാണ്ട് ചോദിച്ചിട്ട്, ദൈവത്തിന് ഇത്തിരി റെസ്റ്റ് കൊടുത്തൂടെ, എന്തിനെങ്ങനെ ശല്യം ചെയ്യുന്നത്, അത്യാവശ്യമുള്ള കാര്യം വരുമ്പോഴത്തേക്ക് വിളിക്കും. പക്ഷെ ഞാൻ ഇന്ന് ഈ ഭാഗമൊക്കെ വായിച്ചിട്ട് കുറച്ചേരം ചിന്തിച്ച് തോന്നുന്നൊരു കാര്യം ഇതാ, ദൈവത്തെ ശല്യം ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്കാണ് അവൻ ഇടയനായി മാറുന്നത്. ദൈവത്തെ ശല്യം ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്കാണ് അവൻ ഇടയനായി മാറുന്നത്. അതാണ് ഈ സുവിശേഷം പറയുന്നത്. നമ്മൾ ദൈവത്തെ ശല്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ദൈവത്തെ ശല്യം ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവം ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ച പഴയ വയലാറിന്റെ പാട്ടുകളും തത്വശാസ്ത്രവും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം ഉറങ്ങുകയാണോ, നിങ്ങളുടെ ദൈവം ഉറങ്ങുകയാണോ? ബൈബിളിൽ തന്നെ ഈ നമ്മുടെ എലിയ പ്രവാചകൻ ബാൽദൈവത്തിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം ഉറങ്ങുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് ഉറക്കമില്ല, ദൈവത്തിന് വിശ്രമവുമില്ല, ദൈവത്തിന് ഊണും ഉറക്കവും ഇല്ല. ഇതാണ് നമ്മുടെ ഈ സുവിശേഷം വായിക്കുന്നത്. ദൈവത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ദൈവത്തിന് കരുണ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മറ്റൊരു വികാരവും ഇല്ല. ദൈവം കരുണയിൽ നിലനിന്നുകൊണ്ട് വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെ ശല്യം ചെയ്യുക, എങ്ങനെയാണ് ദൈവത്തെ ശല്യം ചെയ്യാൻ സാധിക്കുക? നിരന്തരം ദൈവത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ദൈവമേന്ന് വിളിച്ചിട്ട് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരു ക്ലാസ്, ഞാൻ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡയറക്ടറേഷനായിരുന്ന ഫെർഡിനാൻഡ് പീറ്ററച്ചനുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ സെമിനാരിയിലെ രൂപതയുടെ എന്താണ് ഒരു സ്റ്റുഡിയോ, ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ, വിശ്വദർശൻ സ്റ്റുഡിയോ കൊല്ലം രൂപതയുടേത് ആ സെമിനാരിക്കകത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അന്നൊക്കെ വേറെ ചാനലുകളൊന്നും ഇല്ലാത്ത സമയത്ത് ദൂരദർശൻ മാത്രമുള്ള കാസറ്റുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടം. ഒരുപാട് പ്രഗത്ഭരായ പാട്ടുകാർ ഈ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ
അവിടെ റെക്കോർഡിങ്ങിന് വരും. ദൂരദർശൻ്റെ റെക്കോർഡിങ്ങുകൾ പോലും അവിടെ വരും. വേറെ ചാനലുകളൊന്നും ഇല്ല ആ സമയത്ത്. ക്രിസ്ത്യൻ പാട്ടുകൾ ഒരുപാട് കാസറ്റുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ പാടാൻ വന്നിരുന്ന ഒരുപാട് പേരെ ഇങ്ങനെ അച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം കെസ്റ്റർ എന്ന് പറയപ്പെടുന്ന അനുഗ്രഹീത ഗായകൻ അവിടെ പാടാൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. അവിടെ കെസ്റ്ററും മധു ബാലകൃഷ്ണനും വിധു പ്രതാപിന്റെ ഒക്കെ തുടക്ക കാലഘട്ടമായിരുന്നു. അങ്ങനെ കുറെ പാട്ട് രാധികത്തിലേക്ക്. അപ്പൊ ഈ കെസ്റ്റർ വന്ന സമയത്ത് വരുമ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ വളരെ സിമ്പിൾ മനുഷ്യനാണല്ലോ, അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളെ ബ്രദേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഇതിൽ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒത്തിരി പാട്ടുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ പാട്ടിന്റെ വിശേഷങ്ങൾ ചോദിക്കും, പാട്ടിന്റെ വഴികൾ ചോദിക്കും. അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ അവസാനം അദ്ദേഹത്തെ കൊണ്ട് ഏതെങ്കിലും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ട് പാടിച്ചിട്ടൊക്കെ വിടുന്നത്. നമ്മൾ ഈ അമ്മ മടിയിലിരുത്തി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊക്കെ പാടുന്നത് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. പറയാൻ കാരണം ഇതാണ്, ഇദ്ദേഹം വരുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പാടാനായിട്ട് പറഞ്ഞു. അപ്പം എന്തോ ഒരു ഇത്തിരി അസ്വസ്ഥയോ പനിയോ ജലദോഷമൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ റെക്കോർഡിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാടുന്നതിന് തൊട്ടും പറഞ്ഞ് എനിക്ക് ഇത്തിരി ചൂടുവെള്ളം വേണം, വെള്ളം കൊണ്ട് കൊടുത്തു. ഈ വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ഞങ്ങൾ കാണുന്നൊരു കാര്യം ഇതാണ്, ഇദ്ദേഹം തൊണ്ടയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്, അതുവഴി ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും ശരി, ഈ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഈ വെള്ളം കുരിശ് വരച്ച പ്രാർത്ഥിച്ചിട്ടാണ് വെള്ളം, ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വാട്ടർ കുടിക്കുകയാണ്, ഒരു ആഹാരം കഴിക്കുന്നതല്ല, വെള്ളം കുടിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇത്തിരി ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടുമ്പം പ്രാർത്ഥിച്ചിട്ടത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ദൈവത്തെ ശല്യം ചെയ്യാന്ന് പറയുന്നതിന് അർത്ഥമാക്കുന്നത്. ഏതൊരു കാര്യത്തിൽ ദൈവത്തെ ശല്യം, ഒരു വണ്ടി എടുത്ത് സൈക്കിൾ എടുത്ത് അപ്പുറത്ത് സാധനം വാങ്ങിക്കാൻ പോകും, ബൈക്ക് എടുത്ത് അപ്പുറത്ത് സാധനം വാങ്ങിക്കാൻ പോകും, ഒരു കുരിശ് വരച്ചിട്ട് നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക, ദൈവത്തെ ശല്യം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. സത്യത്തിൽ ഒരു ഇൻ എ പോസിറ്റീവ് സെൻസ്, ഒരു വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ ശല്യം ചെയ്യണം എന്നാണ് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ശല്യം ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്കാണ് ഈശോ ഇടയനായി മാറുന്നത്. മറ്റാർക്കും ഈശോ ഇടയനായി മാറാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു സുവിശേഷത്തിൽ ഒരു സംഭവം കൂടി ഇന്ന് ശ്രദ്ധപ്പെടുത്തിയിട്ട് ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ആ വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഉറങ്ങി, ഈശോനാഥൻ ഉറങ്ങി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരാരും ശല്യം ചെയ്തില്ല, അതുകൊണ്ട് ഈശോ പോയി കിടന്ന് ഉറങ്ങി. പക്ഷെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും കോളും ആഞ്ഞടിക്കുന്ന സമയത്ത് അവർ നിലവിളിച്ച് കർത്താവിനെ പിടിച്ച് കുലുക്കി എഴുന്നേൽപ്പിക്കുക. ഞങ്ങളിതാ മുങ്ങി ചാവാൻ പോകുന്നത് നീ കാണുന്നില്ല, ഞങ്ങളെ രക്ഷിക്കുക കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഈശോ അവരെ രക്ഷിക്കുന്നു. ഞാനിപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഈശോ ഇങ്ങനെ ശല്യം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഈശോ ആയിരിക്കും, ശരിയാ. പക്ഷെ ക്ഷീണിച്ചിരിക്കുന്ന ഈശോയെ ശല്യം ചെയ്ത് ആ കഥ പറഞ്ഞതാ, അല്ലെ അന്ന് പറഞ്ഞ ആ കഥയുടെ പൊരുള് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് പ്രതികരിച്ചതിന്റെ കാരണം എന്താണെന്നൊക്കെ പലതും ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ട് ഈശോയെ ഉണർത്തിയിരുത്തിയിരുന്നുവെങ്കിൽ കാറ്റും കോളും അവർക്കെതിരെ ആഞ്ഞടിക്കുകയില്ലായിരുന്നു. ഒരുപക്ഷെ ആഞ്ഞടിച്ചാൽ പോലും അത് അവരുടെ ശ്രദ്ധയിൽ പെടത്തില്ലായിരുന്നു, കാരണം അവർ ഈശോയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമുക്ക് ഈ ഈശോ നൽകുന്ന ആ ഒരു പാഠം എന്ന് പറയപ്പെടുന്നത്. കാരണം നീ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാറ്റും കോളും ഒക്കെ അവിടെ ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഞാൻ പേടിക്കുന്നില്ല. ഇത്തിരി പേടിച്ചു പോയെന്നാൽ ആ വെള്ളത്തിൽ നീ മുങ്ങിപ്പോവും, പത്രോസിനെ പോലെ. പക്ഷെ ഇറന്ന് ശ്രദ്ധിക്കാതെ അവന്റെ മുഖത്ത് നോക്കിയാൽ അവനെ പോലെ തന്നെ കടലിന് മീതെ തിരകൾക്ക് മീതെ നടക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ദൈവത്തെ ശല്യം ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്കാണ് ഈശോ ഇടയനായി മാറുന്നത്.